ശക്തമായ മഴയിൽ റോഡിൽ നിന്ന് ചെളിയും വെള്ളവും ഒഴുകിയെത്തിയതോടെ ദുരിതത്തിലായത് 2 കുടുംബങ്ങൾ. ഇരിക്കൂർ നിലാമുറ്റം റോഡിൽ പൈസായിയിലുള്ള വീടിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയ സ്ഥലത്തെയും റോഡിൽ നിന്നും ഉൾപ്പെടെയുള്ള ചെളിയും മണ്ണും വീട്ടുമുറ്റത്തേക്ക് ഒഴുകിയെത്തി അടിഞ്ഞതോടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കുടുംബം. പുതിയപുരയിൽ അബ്ദുൽ കരീം, വളപ്പിനകത്ത് മൻസൂറ എന്നിവരുടെ വീട്ടുമുറ്റമാണ് ദുരിതാവസ്ഥയിലായത്. അബ്ദുൽ കരീമിന്റെ വീട്ടുമുറ്റത്തെ ഗേറ്റ് ഉൾപ്പെടെ തകർത്താണ് കല്ലും മണ്ണും ഉൾപ്പെടെ ഒഴുകിയെത്തിയത്. കിണറും മലിനപ്പെട്ട അവസ്ഥയിലാണ്. ആണി കൺജസ്റ്റഡ് ആയതിൻ്റെ പേരിലാണ് നിങ്ങൾ ബ്ലോക്ക് ആകുക. അപ്പോൾ അവിടുന്ന് വെള്ളം ഒഴുകി കുറച്ച് ശക്തിയിൽ വന്ന് ഇട്ട മണ്ണിൻ്റെ പേരിൽ മണ്ണ് ഒന്നിച്ച് കുത്തിയൊലിച്ച് വന്നതിൻ്റെ പേരിലാണ് ഇവിടെ ബ്ലോക്ക് ആയത്. അപ്പോൾ എല്ലാം ക്ലിയർ ചെയ്തു. വീട്ടുകാർക്കാരും കംപ്ലൈൻറ്റ്, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്തിൽ നിന്ന് എല്ലാ അധികൃതരും വന്നിട്ടുണ്ട്. എല്ലാവരും വന്ന് നോക്കി സാറ്റിസ്ഫൈഡ് ആയിട്ട് ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ പണിയെടുക്കുന്നത് കാണുന്നുണ്ടല്ലോ. രണ്ട് വീട്ടിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അത് മുറ്റത്ത് മാത്രമേ ചളി വന്നിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും ഇങ്ങനെ പ്രശ്നം ഇല്ല, അതിന് ഇനി വരാനില്ല. അവിടെ എല്ലാം ഓപ്പൺ ആയല്ലോ. ഇനി വെള്ളം പോയിക്കോളും. വെള്ളം അവിടെ ബ്ലോക്കായി ബാക്കിൽ അവിടെ വെള്ളം കുറച്ച് ബ്ലോക്കായി നിന്നതിൻ്റെ പേരിലാണ് കെട്ടി. പക്ഷെ ആരും ശ്രദ്ധയിൽപ്പെട്ടില്ല. അപ്പം അത് നീക്കിക്കൊടുത്ത് വെള്ളം പോകാൻ തുടങ്ങി. പ്രശ്നമൊന്നുമില്ല. ഉള്ള ചളി വൃത്തിയാക്കുന്നുണ്ട്. തിരുവളത്തുപറമ്പ് പയസായാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ മഴക്കിടയിൽ ഈ 2 വീടുകളിലായിട്ട് ഈ ചളി കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് നീക്കം ചെയ്യുന്നൊരു സംവിധാനം ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഇതിൻ്റെ ഈ കനാലിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരുന്നു ഈ വെള്ളം കയറാൻ സാധ്യതയുണ്ടായത്. അവിടെ ബ്ലോക്കായതിനെ തുടർന്ന് നേരെ അത് പറമ്പിലേക്ക് വരികയാണ് ഉണ്ടായത്. ഈ 2 വീടുകൾക്ക് മാത്രമേ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു മഴ പെയ്താൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഇവിടുത്തെ അധികൃതരൊക്കെ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതൊക്കെ ഇപ്പം എല്ലാവരും ക്ലിയർ ആക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പിറ്റേ ദിവസം തന്നെ അത് അറിഞ്ഞു ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇപ്പം ആ ക്ലിയർ ആക്കുന്നതിനൊരു വിഷ്വലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ചളിയൊക്കെ ഉണ്ടായിരുന്നു. ആ ചളിയൊക്കെ ആ സൈഡിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായതായി കണ്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ രീതിയിലൊക്കെ ചളികളൊക്കെ ഈ വീടുകളിലേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും അതൊക്കെ പരിഹരിക്കാനുള്ള ആവശ്യമായ ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. തഹസിൽദാർ അടക്കം, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം, പഞ്ചായത്തിലെ അംഗങ്ങളടക്കം ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനൊക്കെ ഒരു പരിഹാരം കണ്ടിട്ടുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനിയുള്ള അങ്ങോട്ടേക്ക് ഒരു പ്രശ്നങ്ങൾ നേരിടില്ല എന്ന രീതിയിലും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടുമുണ്ട്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജാനെറ്റ്.